ഹലോ നമസ്കാരം, ഇറ്റ്സ് മീ ആദി. അപ്പോൾ ഇത്തവണ നമുക്ക് ഇൻഫിനിറ്റി ഡിസൈനിൽ ഒരു ഹെയർ എങ്ങനെ വരയ്ക്കാൻ നോക്കാം. ഒരു ചെറിയ കാര്യമാണെങ്കിലും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണല്ലോ ഹെയർ വരയ്ക്കുക എന്ന് പറഞ്ഞത്, ഒരു പോർട്രേറ്റ് ഒക്കെ വരയ്ക്കുമ്പോൾ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ പലർക്കും ഡൗട്ടാണ് ഹെയർ എങ്ങനെ നന്നായിട്ട് വരയ്ക്കാമെന്നൊക്കെ. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയെടുത്ത് വരച്ചാൽ അത്രയും നല്ലത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ട്യൂട്ടോറിയൽ ചോദിച്ചു നമ്മൾ സേവ് ചെയ്യുന്നതൊക്കെ എവിടെ പോകുന്നു. ജസ്റ്റ് അടിയിലൊരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടില്ലേ, അത് ജസ്റ്റ് മേലോട്ട് സ്വൈപ്പ് ചെയ്താൽ നമ്മൾ സേവ് ചെയ്ത ആ ഇമേജസ് അവിടെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഞാൻ ന്യൂ ക്ലിക്ക് ചെയ്തിട്ട് പ്രൊജക്റ്റ് നെയിം കൊടുക്കുകയാണ്. പ്രൊജക്റ്റ് നെയിം എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഹെയർ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഹെയർ ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു പ്രൊജക്റ്റ് നെയിം കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഇതിൽ വിഡ്ത്തും ഹൈറ്റൊന്നും പ്രത്യേകിച്ച് സെലക്ട് ചെയ്യുന്നില്ല. കസ്റ്റമായിട്ട് എടുക്കുന്ന അല്ല ഡീഫോൾട്ടായിട്ട് എടുക്കുന്ന തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ആ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. അതിലൂടെയാണ് നമ്മൾ ഇമേജസ് ഇമ്പോർട്ട് ചെയ്യുന്നത്, വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന റെഫറൻസ് പിക്ചർ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ ഞാനൊരു ഇമേജ് സെലക്ട് ചെയ്യാണ്, എന്നിട്ട് ട്രേസ് കൊടുക്കുകയാണ്. ട്രേസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ട്രേസ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരാം. നമ്മൾ കഴിഞ്ഞ ട്യൂട്ടോറിയൽ ലൈൻ ആർട്ട് ചെയ്തിരുന്നു. ലൈൻ ആർട്ട് ചെയ്തപ്പോൾ നമ്മൾ ഇമേജ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനാണ് കൊടുത്തിരുന്നത്. എങ്ങനെയായാലും നിങ്ങൾക്ക് ഒപ്പാസിറ്റി കുറച്ചിട്ട് ട്രേസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ട്രേസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്ത് കൊടുക്കുകയാണ്. കഴിഞ്ഞ തവണ ഒരു കമൻറ്റ് വന്നു, ട്രേസ് കൊടുത്താൽ എന്താ സംഭവിക്കാമെന്ന് ചോദിച്ചിട്ട് ഒരു പയ്യൻ ചോദിച്ചിരുന്നു. അപ്പോൾ ട്രേസ് കൊടുത്താൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇതുപോലെ ഒപ്പാസിറ്റി കുറഞ്ഞു വരും, നമുക്ക് നേരിട്ട് ട്രേസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ പോലെ. ഓക്കെ, ഇനി നമ്മുടെ ഇമേജ് നമുക്കൊരു ന്യൂ ലെയർ എടുത്തിട്ടുണ്ട്. നമുക്ക് ലെസ്സോ എന്ന് പറഞ്ഞ ബ്രഷ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രഷ് മാത്രം പോരല്ലോ, നമുക്ക് സ്മൂത്തായിട്ട് വരയ്ക്കാനൊരു ടൂൾ വേണം. അപ്പോൾ നമുക്ക് ടൂൾ ബാർ എടുത്തിട്ട് ആ സ്മൂത്തായിട്ട് നമ്മളെ വരയ്ക്കാൻ സഹായിക്കുന്ന ഒരു ടൂളുണ്ട്. നമുക്കറിയാമെന്ന് തോന്നുന്നു, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ലേസി എന്ന് പറഞ്ഞൊരു ടൂള്. അത് നമുക്ക് ഓൺ ചെയ്തിടണം. ലേസി ഷേപ്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ ലേസി എന്ന് പറഞ്ഞ ടൂൾ ഓൺ ചെയ്തിട്ടു. അതായത് നമ്മുടെ ലൈൻസും ആ കർവൊക്കെ കറക്റ്റായിട്ട് സ്മൂത്തായിട്ട് കിട്ടും. അതിന് വേണ്ടിയാണ്. സ്റ്റെബിലൈസർ എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ പല ഇതിലും. അതേപോലെ പ്രെഡിക്റ്റീവ് സ്ട്രോക്ക് അതേപോലെയുള്ളൊരു ടൂളാണ് ഇതിൽ ലേസി എന്ന് പറയുന്നത്. അതായത് വൈബ്രേറ്റ് ചെയ്ത് വരയ്ക്കുന്ന വരകളൊക്കെ വൈബ്രേറ്റ് ചെയ്ത് പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കാൻ സ്മൂത്തായിട്ട് ലൈൻസ് വരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ വരച്ചു തുടങ്ങുകയാണ്. ആ ഹെയറിൻ്റെ ആദ്യമായിട്ട് ബേസ് കളറാണ് നമ്മൾ വരച്ചു വരുന്നത്. അപ്പോൾ ഈ ഹെയറിൽ ഏറ്റവും കൂടുതലുള്ള കളർ ഏതാണ്, അതാണ് നമ്മൾ ബേസ് കളറായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇതിൽ കൂടുതലായിട്ട് ബ്ലാക്കാണ് കാണപ്പെടുന്നത്. അപ്പോൾ ബ്ലാക്ക് ആയിരിക്കണം നമ്മൾ ബേസ് കളറായിട്ട് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ബ്ലാക്ക് കളർ ബേസ് കളറായിട്ട് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ഏത് ടൂളാണ്, ലേസി ടൂൾ ഓൺ ചെയ്തിട്ട് ലെസ്സോ എന്ന് പറഞ്ഞ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടൂൾസിനെ കുറിച്ചൊന്നും അധികം അറിയില്ലെങ്കിൽ നമ്മൾ മുമ്പ് ഒരു ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്. ടൂൾസിന് മാത്രമായിട്ട് ടൂൾസൊക്കെ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ഫങ്ഷൻസൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ആ ഒരു ട്യൂട്ടോറിയൽ 2 പാർട്ടായിട്ടാണ് ചെയ്തത്. കാരണം അത്രക്കധികം ഫങ്ഷൻസ് ഉള്ളൊരു ആപ്ലിക്കേഷനാണ് ഇൻഫിനിറ്റി ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളത് ഒക്കെ നന്നായി പഠിച്ചാൽ, നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് വരച്ചെടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്ത ലൈൻ ആർട്ടാണ്. ഒരുപാട് റെസ്പോൺസ് വന്നിരുന്നു ആ ഒരു വീഡിയോക്ക്. എനിക്ക് തോന്നുന്നു 1 ഡേ തന്നെ ഒരുപാട് കമൻറ്റ്സ് വന്നു, ഒരുപാട് ഡൗട്ട്സൊക്കെ ചോദിച്ചു, ഒരുപാട് പേര് വന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നോട് പറഞ്ഞു പോർട്രേറ്റ് ചെയ്യുന്ന മിക്ക കമൻറ്റ്സും ഞാൻ വായിച്ചത് പോർട്രേറ്റ് ചെയ്യുന്ന വീഡിയോ ഇട് എന്നുള്ളൊരു കമൻസാണ്. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോയും പോലെ തന്നെയാണ് ഞാൻ ഈ ഒരു ട്യൂട്ടോറിയലും ചെയ്യുന്നത്. ഇൻഫിനിറ്റി നമ്മൾ ഓട്ടോഡെസ്ക് ചെയ്തപ്പോൾ കണ്ടല്ലോ, നമ്മൾ ടൂൾസിൽ നിന്ന് തുടങ്ങി ബേസിക്സ്, കണ്ണ്, മൂക്ക്, ലിപ്സ്, അങ്ങനെ ഓരോ ഭാഗങ്ങൾ വരച്ച് പിന്നെ പോർട്രേറ്റിലേക്ക് കടന്നു, കാരിക്കേച്ചറിലേക്ക് കടന്നു, ഡിജിറ്റൽ പെയിൻറ്റിങ്ങിലേക്ക് കടന്നു. അങ്ങനെയാണ്. അതുപോലെ തന്നെ ഇൻഫിനിറ്റിയുടെ നമ്മളിപ്പോൾ ടൂൾസിനെ കുറിച്ച് ചെയ്തു. ലൈൻ ആർട്ട് അഥവാ ഔട്ടർ ലൈൻ എങ്ങനെ വരയ്ക്കുന്നത്, ഷെയ്ഡ്സൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നും ജസ്റ്റ് ഒന്ന് എങ്ങനെ ഷെയ്ഡ് ചെയ്യാമെന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണിച്ചിരുന്നു ആ ഒരു വീഡിയോയിൽ. അപ്പോൾ ഡീറ്റെയിൽഡായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടാണ് ആ വീഡിയോ ചെയ്തത്. ഓക്കെ, അപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാണാത്തവർ ആ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴും അതേ പാറ്റേൺ തന്നെയാണ് തുടർന്ന് വരുന്നത്. ഹെയർ വരയ്ക്കണം, പിന്നെ ലിപ്പ് എങ്ങനെ ഡീറ്റെയിൽഡായിട്ട് വരയ്ക്കുക എന്നുള്ളത് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ലിപ്പ്, ഹെയർ, ഐബ്രോ, ഐ കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് വരയ്ക്കുക എന്നുള്ളത് പഠിക്കണം. കാരണം ഒരു പോർട്രേറ്റ് വരയ്ക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു പോവില്ല, ജസ്റ്റ് ഇങ്ങനെ വരച്ച് ലൈൻസൊക്കെ ഇട്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവാൻ സാധ്യത കുറവാണ്. പരമാവധി ഞാൻ മനസ്സിലാക്കിയിട്ടാണ് വീഡിയോസ് ചെയ്യാറ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധ്യത എന്നാലും ഒരു കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള വീഡിയോസ് ഹെൽപ്ഫുള്ളാവും.
അതായത് ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പോൾ അവർക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു പിക്ചർ വരയ്ക്കുമ്പോൾ, ഒരു ടോട്ടൽ ഫിഗർ വരയ്ക്കുമ്പോൾ നമുക്ക് ഈ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളെ ഹെയർ ഏകദേശം വരച്ചു കഴിഞ്ഞു, ഹെയറിൻ്റെ ബേസ് കളർ. അപ്പോൾ ബേസ് കളർ വരച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആ 3 ഡോട്ട് കണ്ടില്ല, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് സേവ് എന്ന് കൊടുക്കുക. അതായത് ഇൻഫിനിറ്റി ആപ്ലിക്കേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്രാഷ് ആവാൻ സാധ്യതയുണ്ട്. ഹാങ് ആകുമ്പോൾ ഒക്കെ ചിലപ്പോൾ ഈ വരച്ചതൊക്കെ ഡിലീറ്റ് ആയി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ജസ്റ്റ് സേവ് എന്നുള്ളത് ഇടയ്ക്ക് നിങ്ങൾ ഓരോ പ്രോഗ്രസ്സിലും സേവ് എന്നുള്ളത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇനി ഒരു ന്യൂ ലെയർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ വരച്ച ലെയർ ഹൈഡ് ചെയ്തിട്ട് ഇതിലുള്ള വേറെ ഏതൊക്കെ കളേഴ്സാണ് കാണപ്പെടുന്നത് ഹൈലൈറ്റ് ആയിട്ട് ഒരു ഏകദേശം ഒരു ഗോൾഡൻ യെല്ലോ പോലത്തെ ഒരു കളർ ഉണ്ടല്ലേ, അതപ്പോൾ നൈസായിട്ടൊന്ന് സെലക്ട് ചെയ്തെടുക്കുക. കളർ പിക്കർ യൂസ് ചെയ്തിട്ട് നൈസായിട്ട് സെലക്ട് ചെയ്യുക. കളർ പിക്കർ എവിടെയാണെന്ന് വെച്ചാൽ നമ്മളെ വീൽ പാനലിൽ ഉണ്ടാവും, മുകളിലായിട്ടൊരു ഐക്കൺ കണ്ടില്ലേ, ജസ്റ്റ് പിക്ക് ചെയ്യുന്ന ഐ ഡ്രോപ്പ് പോലത്തെ ഒരു ഐക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത കളർ പിക്കർ കിട്ടും. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു കളറ് സെലക്ട് ചെയ്തിട്ട് ആ ലൈൻസ് അതേപോലെ തന്നെ വരച്ചു കൊടുക്കുക. ഞാൻ എല്ലാവരുടെ കമൻറ്റ് കാണാറും വായിക്കാറുമുണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോ ഇട്ടതിന് ശേഷം ഒരു ബ്രദർ എന്നോട് വന്ന് ഇൻസ്റ്റഗ്രാമിൽ ചോദിച്ചു, എന്തുകൊണ്ട് ഇൻസ്റ്റഗ്രാമിലുള്ള പോലത്തെ ക്വാളിറ്റി വർക്കിൻ്റെ ട്യൂട്ടോറിയൽസ് എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ആളോട് പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് പ്രോക്രിയേറ്റ് അതേപോലെ തന്നെ ഫോട്ടോഷോപ്പിലൊക്കെയാണ്. നമ്മളിപ്പോൾ ഇടുന്ന വീഡിയോസ് അഡോബ് ഇല്ലുസ്ട്രേറ്റർ അതുപോലെ തന്നെ ഓട്ടോഡെസ്ക്, IBIS പെയിൻറ്റെക്സ്, ഇൻഫിനിറ്റി ഒക്കെയാണ്. അപ്പോൾ ബിഗിനേഴ്സാണ് എൻ്റെ വീഡിയോസ് കൂടുതൽ കാണുന്നവർ, മൊബൈൽ യൂസേഴ്സാണ് കൂടുതൽ കാണുന്നവർ. അപ്പോൾ അവരൊക്കെ കണ്ട് ഏകദേശം അവർക്ക് ഇമ്പ്രൂവ് വേണം അല്ലെങ്കിൽ നല്ല ഡിവൈസിൽ വർക്ക് ചെയ്യണം എന്നൊക്കെ തോന്നി നല്ല ഡിവൈസൊക്കെ എടുത്താലേ നമുക്ക് ആ ഒരു ഫോട്ടോഷോപ്പ് അതുപോലെ തന്നെ മറ്റു ട്യൂട്ടോറിയൽസിലേക്കും വലിയ വലിയ ഡിവൈസിലേക്കും കയറാൻ പറ്റുള്ളൂ. എന്നാലേ നമ്മുടെ വീഡിയോ ഇട്ടിട്ട് ഉപകാരം ഉണ്ടാവുള്ളൂ ആർക്കെങ്കിലും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ പ്രോക്രിയേറ്റ് വർക്ക്സും കാര്യങ്ങളൊന്നും ഇടാത്തത്. ഇപ്പോൾ നമ്മൾ ഏകദേശം എൻ്റെ ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ മൊബൈൽ ആപ്ലിക്കേഷനിലെ എല്ലാ ഡ്രോയിങ് ആപ്ലിക്കേഷൻ നമുക്ക് ടൂൾസ് മുതൽ ബേസിക് മുതൽ ട്യൂട്ടോറിയൽസ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് ഹെൽപ്പ് ആവണമെങ്കിൽ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ആളൊരു ഡൗട്ട് ചോദിച്ചിരുന്നത് എങ്ങനെയാണ് ഫ്രെയിം ചെയ്യാമെന്ന് ചോദിച്ചിരുന്നു. ഫ്രെയിം ചെയ്യുക, ഡിജിറ്റൽ വർക്ക് ഫ്രെയിം ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ കസ്റ്റമർ പറയാണ് എനിക്ക് ഇത്ര സൈസിൽ ഫ്രെയിം ചെയ്ത് വേണം, A3 സൈസിൽ ഫ്രെയിം ചെയ്ത് വേണം, അല്ലെങ്കിൽ A4 ഫ്രെയിം ചെയ്ത് വേണം. അപ്പോൾ നമ്മളൊരു സ്റ്റുഡിയോയിൽ പോയിട്ട് പറയാം ലേസർ പ്രിൻ്റ് അല്ലെങ്കിൽ ഫോട്ടോ പ്രിൻ്റ് ഇന്ന സൈസിൽ എടുത്ത് തരാൻ പറയാം. ഇപ്പോൾ A3 പറയുകയാണെങ്കിൽ A3 സൈസിൽ എടുക്കാൻ പറയാം. A3 സൈസ് ആണെങ്കിൽ ലേസർ പ്രിൻറ്റിന് ഏകദേശം 30 രൂപയും ഫോട്ടോ പ്രിൻറ്റിന് 100 രൂപയും വരുന്നുള്ളൂ. അപ്പോൾ അതെടുത്തിട്ട് ലാമിനേറ്റ് ചെയ്ത്, അതായത് മാറ്റ് ലാമിനേഷൻ എന്ന് പറയും, ലാമിനേറ്റ് ചെയ്ത് ഫ്രെയിം ചെയ്യണം. ഓക്കെ, അങ്ങനെയാണ് കേട്ടോ ഫ്രെയിം ചെയ്യുക. അപ്പോൾ ഏകദേശം ടോട്ടൽ എല്ലാം കൂടി 350 രൂപ വരും. ലാമിനേറ്റ് ചെയ്ത് ഫ്രെയിം ചെയ്ത് വരുമ്പോൾ 350 രൂപ വരും ഈ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ കൂടി. വേറെ ഒന്നുമില്ല, അത് പാക്ക് ചെയ്തിട്ട് 2 തെർമാക്കോൾ അപ്പുറം ഇപ്പുറമൊക്കെ വെച്ച് മാസ്കിൻ ടാപ്പൊക്കെ അടിച്ച് പാക്ക് ചെയ്ത് അങ്ങോട്ട് കൊറിയർ ചെയ്യുക, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ വരയ്ക്കുന്ന ക്വാളിറ്റി വർക്കുകളൊന്നും ട്യൂട്ടോറിയൽ ഇല്ലല്ലോ എന്ന് ചോദിച്ചു. അത് വേറെ ഒന്നുമല്ല, നമുക്ക് ആ ഒരു നല്ല ഡിവൈസിലേക്കൊക്കെ കടന്ന് ആ ഒരു ആപ്ലിക്കേഷനൊക്കെ ട്യൂട്ടോറിയൽ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ട്യൂട്ടോറിയൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്വാളിറ്റി വർക്കൊക്കെ നമ്മൾ ദിവസങ്ങളോളം കുത്തിയിരുന്ന് വരച്ചിട്ടുണ്ടാക്കുന്നതാണ്. അതൊരു 30 മിനിറ്റിൻ്റെ വീഡിയോ ആക്കാൻ വളരെ പണിയാണ്. ജസ്റ്റ് ഒരു ടൈം ലാപ്സ് വീഡിയോ ഇട്ട് പോകേണ്ടി വരും. നമുക്ക് എങ്ങനെ ഗ്രേഡിയൻ ടൂൾ യൂസ് ചെയ്തിട്ട് ഈ ഹെയറിനെ സ്മൂത്ത് ആക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാൻ ഗ്രേഡിയൻ ടൂൾ സെലക്ട് ചെയ്യുകയാണ്. ഇതൊരു പ്രധാനപ്പെട്ട ടൂളാണ്, നല്ല ഭംഗിക്ക് ഈ ഫ്ലോക്ക് വരയ്ക്കാനും പറ്റും. അത് ജസ്റ്റ് നമ്മൾ വരച്ചാൽ അതിൻ്റെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി. ആ 2 പോയിൻറ്റ്സ് ഒന്ന് ഡ്രാഗ് ചെയ്താൽ നമുക്ക് ഗ്രേഡിയൻ്റ് എഫക്റ്റ് കിട്ടും, കണ്ടോ? അപ്പോൾ നമുക്ക് ആ ഫ്ലോ, അതായത് ആ മുടിയുടെ ഷെയ്ഡ്സ് താഴോട്ട് കിടക്കുന്ന പോലെയും ഒരു ഫ്ലോ നന്നായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ വരയ്ക്കാം, കിട്ടും. അതായത് മുടികളുടെ ഇടയിലുള്ള ഒരു എടുത്ത് കാണിക്കരുത്, എന്നാലോ ആ ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടിയാണ് ഗ്രേഡിയൻ്റ് എഫക്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടൂൾസിൽ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ വരച്ചേമൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതുതന്നെയാണ് വീണ്ടും വീണ്ടും നമ്മൾ ചെയ്യുന്നത്. കാരണം നമ്മൾ പല ലൈൻസായിട്ട് ഇട്ട് വരച്ചുകൊണ്ടാണ് ഓരോന്ന് എടുത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഗ്രേഡിയൻറ്റ് ചെയ്യുന്നത്. എല്ലാം ഒരുമിച്ച് വരക്കുകയാണെങ്കിൽ ഒറ്റ ക്ലിക്കിൽ നമുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരുപാട് ലൈൻസ് ഇട്ട് വരച്ചത്. അപ്പോൾ ആ ഗ്രേഡിയൻറ്റ് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ ചെയ്യാം. ഇതിപ്പോൾ ഏകദേശം ഈ ഒരു വർക്ക് ഞാൻ തോന്നുന്നു 10 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് വരച്ചൊരു വർക്കാണ്. അപ്പോൾ നിങ്ങൾ ടൈം എടുത്ത് വരച്ചാൽ നന്നായിട്ട് തന്നെ വരയ്ക്കാൻ പറ്റും. അത് ഞാൻ ഏകദേശം ഒരു 13 മിനിറ്റിൻ്റെ ടൈം ലാപ്സ് ആക്കിയിട്ടാണ് നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പോൾ ടൈം എടുത്ത് നന്നായിട്ട് വരയ്ക്കാൻ നിങ്ങൾക്ക് വല്ല ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ
ഇൻസ്റ്റാഗ്രാം ലിങ്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കമൻസിലും ചോദിക്കാം. അപ്പോൾ ഞാൻ കമൻസ് ആകുമ്പോൾ ഞാൻ പെട്ടെന്ന് റീപ്ലൈ തരാറുണ്ട്. ഇൻസ്റ്റാഗ്രാം എപ്പോഴും ചെക്ക് ചെയ്യാറൊന്നുമില്ല. അപ്പോൾ ജോലി തിരക്കൊക്കെ കാരണം റീപ്ലൈ കൊടുക്കൽ കുറവാണ്. യൂട്യൂബ് കമൻസൊക്കെ നോക്കാറുണ്ട്, എല്ലാവരുടെയും കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റെപ്പ് ഏകദേശം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നല്ല ലൈറ്റ് കളർ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ബേസ് ലൈൻ കൊടുത്തു, ബേസ് കളർ കൊടുത്തു, ബ്ലാക്ക് കൊടുത്തു, അതുമത്തുള്ള ഷെയ്ഡ്സ് പിക്ക് ചെയ്തു. ഇനി ഏകദേശം കുറച്ച് നല്ല വൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് അതേപോലെ തന്നെ ന്യൂ ലെയർ എടുത്തിട്ട് പിക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ എല്ലാം ഹൈഡ് ചെയ്യാണ്. ഒരു ന്യൂ ലെയർ എടുത്തു. ഇനി അതിൽ ഏകദേശം നല്ല വൈറ്റ് ആയിട്ട് കാണുന്ന കുറച്ച് ഭാഗങ്ങളുണ്ടല്ലോ, അതും നമുക്ക് വൈറ്റ് കളർ എടുത്തിട്ട് അതുപോലെ തന്നെ ലെസ്സോ ടൂൾ യൂസ് ചെയ്ത് വരയ്ക്കാം. ഓക്കെ, പിന്നെ ഒരുപാട് പേര് കമൻസിൽ പല വീഡിയോസും ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാം ചെയ്യണം നമുക്ക് ആഗ്രഹമുണ്ട്. ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ പരമാവധി ഞാൻ ആഴ്ചയിൽ 2 വീഡിയോസ് ഇടാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്നറിഞ്ഞുകൊണ്ടാണ് വീഡിയോ ഇട്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് പരമാവധി ഞാൻ നോക്കാം. പിന്നെ പലരും പല ആപ്സ് പറയുമ്പോൾ നമുക്ക് ഇടകലർത്തി ഇടാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളൊരു ആപ്പ് തുടങ്ങിയ ഒരു ആപ്പിൽ ഏകദേശം കുറച്ച് വീഡിയോസ് കഴിഞ്ഞതിന് ശേഷം മറ്റൊരു ആപ്പിലേക്ക് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇൻഫിനിറ്റി ഡിസൈൻ കൂടാതെ IBIS പെയിൻറ്റെക്സ്, ADOBE DRAW, അതുപോലെ തന്നെ ഇൻഫിനിറ്റി പെയിൻറ്റർ, പ്രോക്രിയേറ്റ് ഒക്കെ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻഫിനിറ്റി ഏകദേശം കുറച്ച് ട്യൂട്ടോറിയൽസ് കഴിഞ്ഞതിന് ശേഷം IBISലേക്ക് ഞാൻ കടക്കും. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ആപ്സിലേക്ക് കവർ ചെയ്യാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓട്ടോഡെസ്കിൻ്റെ ഇപ്പോഴും നമുക്ക് ടോട്ടലി കഴിഞ്ഞിട്ടില്ല ട്യൂട്ടോറിയൽസ്. ഇനി ഒരുപാട് ട്യൂട്ടോറിയൽസ് ചെയ്യാനുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരുപാട് പേര് വന്ന് നിർബന്ധിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇൻഫിനിറ്റി ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോഡെസ്കിൻ്റെ ട്യൂട്ടോറിയൽസ് എപ്പോഴെങ്കിലും പ്രതീക്ഷിക്കാം. പിന്നെ ഓട്ടോഡെസ്കിൻ്റെ PC വെർഷൻ ട്യൂട്ടോറിയൽ ചോദിച്ചിരുന്നു, ടൂൾസ് ഒന്നും മനസ്സിലാവില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതും നമുക്ക് ചെയ്യാം. ഓക്കെ, ഈ അടുത്ത് തന്നെ നമുക്കത് ചെയ്യാം. അത് ചിലപ്പോൾ നല്ല ഓട്ടോഡെസ്ക് നമ്മൾ ചെയ്തല്ലോ. അപ്പോൾ PC വെർഷൻ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടില്ല. iPadൻ്റെ ഒക്കെ ഏകദേശം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലെ ഏറ്റവും ബെസ്റ്റ് ടൂൾ എന്താണെന്ന് വെച്ചാൽ ഗ്രേഡിയൻ ടൂളാണ്. ഞാൻ ഒപ്പാസിറ്റി ജസ്റ്റ് ഒന്ന് കുറച്ചിട്ട് അതിനോട് ഒപ്പാക്കാം കേട്ടോ, വൈറ്റ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഒപ്പാസിറ്റി ഒക്കെ എന്തിനൊക്കെ യൂസ് ആണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഏകദേശം നമുക്ക് വരച്ചതിൻ്റെ ആ ഒരു ലൈറ്റിംഗ് കൂടിയെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒപ്പാസിറ്റി കുറച്ചിട്ട് ആ ലൈറ്റിംഗ് ഒക്കെ സെറ്റാക്കാം. അപ്പോൾ ഇതിലും ബെറ്ററായിട്ട് ഷെയ്ഡ്സ് കണ്ടുപിടിച്ച് നിങ്ങൾ ലൈൻസ് ഇട്ട് വരച്ചാൽ ഇതിലും ബെറ്ററായിട്ട് റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് സമയമെടുത്ത് വരയ്ക്കുക. സമയത്ത് വരച്ചാൽ നന്നായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ്, സ്റ്റൈലസ് കാര്യങ്ങളുടെയൊക്കെ ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യുക. പലരും ദിവസേന വന്ന് ചോദിക്കുന്ന കാര്യങ്ങളാണ്. ഇവരെ സബ്സ്ക്രൈബ് ചെയ്ത ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇനിയും നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസായിട്ട് ഞാൻ വരും. താങ്ക്